നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും ലിസ്മിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കിങ് ഹെൻറി ദ സിക്സ് പാർട്ട് 1 വില്യം ഷേക്സ്പിയറുടെ ആദ്യത്തെ, അതായത് ഫസ്റ്റ് ഫേസിൽ എഴുതിയിട്ടുള്ള ആദ്യത്തെ കഥയാണ്. 3 പാർട്ടുകളായിട്ടാണ് അദ്ദേഹം ഈ ഒരു പ്ലേ എഴുതിയിട്ടുള്ളത്. അതിനകത്തെ ഒന്നാമത്തെ പാർട്ടാണ് നമ്മൾ കാണുന്നത്. വളരെ ഐതിഹാസികപരമായിട്ട് ചരിത്രപരമായിട്ടൊക്കെ പ്രാധാന്യമുള്ള ഒരു ഹിസ്റ്റോറിക്കൽ പ്ലേ ആണിത്. വളരെ രസകരമായിട്ടുള്ള, നമ്മളെ ഇങ്ങനെ ഓരോ നിമിഷവും നമ്മളെ ത്രസിപ്പിക്കുന്ന ഒരു ഇൻസിഡൻസ് ആണ് ഇതിലുള്ളത്. അപ്പോൾ കൂട്ടുകാരെ ശ്രദ്ധിച്ച് കേൾക്കണം, എന്നാലേ കഥ മനസ്സിലാവുള്ളൂ. കുറേ ക്യാരക്ടേഴ്സ് വരുന്നത് കൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമുക്കിതിലേക്ക് പോവാം. ഇറ്റ് ഈസ് പോസിബിളി ഇൻ കൊലാബറേഷൻ വിത്ത് ക്രിസ്റ്റഫർ മാർലോ പ്ലസ് തോമസ് നാഷെ. ഇത് തോമസ് നാഷയുടെ കൂടെയും പിന്നെ ക്രിസ്റ്റഫർ മാർലോയുടെ കൂടെയാണ് ഇദ്ദേഹം എഴുതിയത്, വില്യം ഷേക്സ്പിയർ എഴുതിയത് എന്ന് കരുതപ്പെടുന്നുണ്ട്. ആൻഡ് റിട്ടൺ ഇൻ 1591, 1591 ഇത് എഴുതിയത് എന്ന് കരുതപ്പെടുന്നു. And it's set during the lifetime of King Henry VI of England. ഹെൻറി സിക്സ്തിൻ്റെ കാലഘട്ടത്തിൽ തന്നെയാണ് ഈ ഒരു കഥ എഴുതിയിട്ടുള്ളത്, ഈ ഒരു പ്ലേ എഴുതിയിട്ടുള്ളത്. ആൻഡ് ഹെൻറി ഫിഫ്തിൻ്റെ ഫ്യൂണറലോട് കൂടിയാണ് കഥ ആരംഭിക്കുന്നത്. നമുക്ക് കഥയിലേക്ക് പോകാം. അപ്പോൾ കഥ ആരംഭിക്കുന്നത് ഹെൻറി ഫിഫ്തിൻ്റെ ഫ്യൂണറലോട് കൂടിയിട്ടാണ്. അപ്പം നമ്മുടെ കഥാനായകൻ എന്ന് പറയുന്നത് ഹെൻറി സിക്സ്ത് ആണ് കേട്ടോ. പക്ഷേ ഹെൻറി സിക്സ്തിൻ്റെ പിതാവായിട്ടുള്ള ഹെൻറി ഫിഫ്ത്ത് മരിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മരണാനന്തര ചടങ്ങുകൾ ആരംഭിക്കുന്നിടത്താണ് കഥ തുടങ്ങുന്നത്. ഹു ഹാസ് ഡൈഡ് അൺഎക്സ്പെക്റ്റഡ്ലി ഇൻ ഹിസ് പ്രൈം. അദ്ദേഹം വളരെ അപ്രതീക്ഷിതമായിട്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ മരണമൊക്കെ ഉണ്ടായത്. അപ്പം ഹെൻറി ഫിഫ്തിൻ്റെ ബ്രദേഴ്സാണ് ഡ്യൂക്സ് ഓഫ് ബെഡ്ഫോർഡും അതുപോലെ ഗ്ലൗസെസ്റ്ററും. അവർ രണ്ടുപേരും ഹെൻറി ഫിഫ്തിൻ്റെ വിശ്വസ്തരായിട്ടുള്ള ആളുകളാണ്, ബ്രദേഴ്സുമാണ്. അപ്പം അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ അങ്കിളായിട്ടുള്ള ഡ്യൂക്ക് ഓഫ് എക്സീറ്റർ. ഇവർ 3 പേരും ആകെ ചിന്താകുലരായിട്ട് നിൽക്കുകയാണ്. കാരണം പെട്ടെന്നുണ്ടായിട്ടുള്ള രാജാവിൻ്റെ മരണത്തോട് കൂടിയിട്ട് അവരാകെ വിഷണ്ണരായിട്ടുണ്ട്. അങ്ങനെ ദേ laments ആൻഡ് കൺഫ്യൂസസ് ആൻഡ് എക്സ്പ്രസസ് ഡൗട്ട്സ് ആസ് ടു വെദർ ഹിസ് സൺ ഹെൻറി സിക്സ്ത് ഈസ് capable ഓഫ് റണ്ണിങ് ദി കൺട്രി. ഇനിയുള്ളത് അടുത്ത ഇവരുടെ അല്ലെങ്കിൽ അവരുടെ അടുത്ത പ്രജനി അല്ലെങ്കിൽ അടുത്ത രാജാവാകേണ്ടത് ഹെൻറി സിക്സ്താണ്. അപ്പോൾ ഹെൻറി സിക്സ്തിന് അത്ര ഒരു കാപ്പബിലിറ്റി ഉണ്ടോ? ചെറിയ കുട്ടിയാണ്. അപ്പം അവന് ഈ രാജ്യം മുഴുവൻ ഭരിക്കാൻ സാധിക്കുമോ എന്നൊക്കെ ഇവരിങ്ങനെ ഡൗട്ട് അടിക്കുന്നിടത്താണ് കഥ ആരംഭിക്കുന്നത്. അങ്ങനെ ഈ ഒരു സമയത്ത് ഫ്രാൻസുമായിട്ട് ഭയങ്കര ഒരു യുദ്ധം നടക്കുകയാണ് ഇംഗ്ലണ്ടിൽ. അപ്പോൾ ഇംഗ്ലണ്ടും ഫ്രാൻസും തമ്മിലുള്ള യുദ്ധത്തിനിടയ്ക്കാണ് ഹെൻറി ഫിഫ്തിൻ്റെ മരണം. അപ്പോൾ ഇനി എന്ത് ചെയ്യും? മകൻ ഇതെല്ലാം കൂടി നടത്താനുള്ളൊരു കഴിവുണ്ടോ എന്നൊക്കെ ഇവരിങ്ങനെ ആകെ സംശയിക്കുന്നു. ആൻഡ് റെബലിയൻ ആയിട്ടുള്ള ഡോഫിൻ ചാൾസ് ആണ് ഫ്രഞ്ചിൻ്റെ ഭാഗത്ത് നിന്ന് ഇവരെ എന്ത് ചെയ്യുന്നത്, അറ്റാക്ക് ചെയ്യുന്നത്. ഓക്കെ. ആൻഡ് മോർ ആക്റ്റീവ് നൗ ആൻഡ് സെവറൽ മേജർ ടൗൺസ് ഹാവ് ഓൾറെഡി ബീൻ ലോസ്റ്റ്. ഇംഗ്ലണ്ടിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഈ ഡോഫിൻ ചാൾസിൻ്റെ ഒരു അറ്റാക്കിൽ ഇവരുടെ ഒരുപാട് സ്ഥലങ്ങളും ഒരുപാട് സിറ്റീസും ഒക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട് ഓൾറെഡി. അങ്ങനെ നമ്മൾ തോൽക്കാനുള്ള ഒരു അവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുന്ന ഒരു സമയത്താണ് ഇദ്ദേഹത്തിൻ്റെ മരണം. അപ്പം ആകെ ഒരു പ്രശ്നത്തിലേക്ക് വരികയാണ്. അങ്ങനെ ലോർഡ് ടാൽബോട്ട് കോൺസ്റ്റബിൾ ഓഫ് ഫ്രാൻസ് ഹാസ് ബീൻ ക്യാപ്ചേർഡ്. ഈ ഒരു സമയത്ത് ലോർഡ് ടാൽബോട്ട് ഉണ്ടായിരുന്നു, അതായത് ഇംഗ്ലണ്ടിൻ്റെ ആളാണ്, കോൺസ്റ്റബിൾ ഓഫ് ഫ്രാൻസ് ആണ്. അദ്ദേഹം ഇവരുടെ ഫ്രാൻസുകാരുടെ കയ്യിൽ അകപ്പെട്ടിട്ട് പിടിക്കപ്പെട്ടിട്ടുമുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഭയങ്കരമായിട്ടുള്ളൊരു സിറ്റുവേഷനിലാണ്. ഇതെല്ലാം മുന്നിൽ കണ്ടിട്ട് ബെഡ്ഫോർഡ് പോയി ഫ്രാൻസിനെ നേരിടാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇപ്പോൾ ആരും ഇല്ലല്ലോ, അതുകൊണ്ട് ഹെൻറി ഫിഫ്തിൻ്റെ ബ്രദറായിട്ടുള്ള ഡ്യൂക്ക് ഓഫ് ബെഡ്ഫോർഡ് പോവാണ് ഫ്രാൻസിനെ നേരിടാൻ. ഗ്ലൗസെസ്റ്റർ നാട്ടിൽ തന്നെ നിന്നു, കാരണം ഇംഗ്ലണ്ടിലെ കാര്യങ്ങൾ നോക്കാൻ ഒരാൾ വേണമല്ലോ. അപ്പോൾ ഗ്ലൗസെസ്റ്റർ നാട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി നിന്നു. അങ്ങനെ എക്സീറ്റർ പോയിട്ട് പ്രിൻസ് ഹെൻറിയെ കിരീടധാരണത്തിനുള്ള, അതായത് കൊറോണേഷന് വേണ്ടിയിട്ട് തയ്യാറെടുപ്പിക്കുകയും ചെയ്യുന്നു. അപ്പം ഇങ്ങനെ 3 കാര്യങ്ങളാണ് നടക്കുന്നത്. ഡ്യൂക്സ് ഓഫ് ബെഡ്ഫോർഡ് പോവുകയാണ് ഫ്രാൻസിനെ നേരിടാൻ വേണ്ടിയിട്ട്. ഗ്ലൗസെസ്റ്റർ ഇംഗ്ലണ്ടിലെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ട്. അവർ രണ്ടുപേരും ബ്രദേഴ്സാണ്. അതുപോലെ ഹെൻറി ഫിഫ്തിൻ്റെ അങ്കിളാണ് ഡ്യൂക്ക് ഓഫ് എക്സൈറ്റർ. അദ്ദേഹം ഇവിടെ ഇതിൻ്റെ കൊറോണേഷൻ ചടങ്ങിന് വേണ്ടിയിട്ട് തയ്യാറെടുപ്പിക്കുകയാണ്. കുറേ കാര്യങ്ങൾ പ്രിൻസ് ഹെൻറിയെ പറഞ്ഞ് പഠിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അദ്ദേഹം. അങ്ങനെ ഈ സമയത്ത് ഓർലിയൻസ് എന്ന സ്ഥലത്ത് ഇംഗ്ലീഷ് ആർമി ചാൾസിൻ്റെ ഫോഴ്സിനെ വളഞ്ഞാക്രമിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഓർലിയൻസിൻ്റെ ആ ഒരു സ്ഥലത്ത്. അപ്പം അവിടെ ഡോഫിൻ ചാൾസ് ആണ് ഫ്രാൻസിൻ്റെ ആൾ കേട്ടോ. ഫ്രാൻസിൻ്റെ ആൾ ഇങ്ങോട്ട് അറ്റാക്ക് ചെയ്യുകയാണ് ഇംഗ്ലണ്ടുകാരെ. അപ്പോൾ ഈ ഡോൾഫിൻ ചാൾസിൻ്റെ ഫോഴ്സിനെ ഇങ്ങനെ ചുറ്റി വളഞ്ഞ് ആക്രമിക്കുകയാണ് ഇംഗ്ലണ്ടിലെ ടീം, ഇംഗ്ലണ്ടിൻ്റെ ആർമി. ആ ഒരു സമയത്താണ് ഒരാൾ അവിടേക്ക് വന്നത്. അത് നിങ്ങൾ പരിചയമുള്ള ആൾ തന്നെയാണ്. നിങ്ങൾ
കേട്ടിട്ടുണ്ടായിരിക്കും, ജോൺ ഓഫ് ആർക്ക് എന്ന് കേട്ടിട്ടില്ലേ? ജോൺ ഓഫ് ആർക്ക്. അപ്പം ജോൺ ല പുസെല്ലെ എന്നാണ് ശരിക്കും അവരുടെ പേര്. എന്ന് വെച്ചാൽ ഫ്രാൻസിലെ ഒരു ചെറിയൊരു പെൺകുട്ടിയായിരുന്നു അവർക്ക് ഭയങ്കര വളരെ നമ്മുടെ ഝാൻസിറാണിയൊക്കെ പോലെ ഭയങ്കര ധീരയായിട്ടുള്ളൊരു പെൺകുട്ടിയായിരുന്നു. അപ്പോൾ അവർ വന്നു. എന്നിട്ട് പറഞ്ഞിട്ട് ചാൾസിനെ കാണുകയാണ്. ഡോഫിൻ ചാൾസിനെ കണ്ടിട്ട് പറഞ്ഞു, ഡോണ്ട് വറി, ഐ നോ ഹൗ ടു ഡിഫീറ്റ് ദി ഇംഗ്ലീഷ്. എനിക്കറിയാം എങ്ങനെയാണ് ഇംഗ്ലീഷുകാരെ ഡിഫീറ്റ് ചെയ്യേണ്ടത് എന്ന് എനിക്കറിയാം എന്ന് ഈ ലേഡി വന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ചെറിയ പെൺകുട്ടി ഇങ്ങനെ ഇത്ര ധൈര്യസമേതം വന്നപ്പോൾ അവളൊരു കളിക്കുട്ടിയായിരിക്കുമെന്ന് വിചാരിച്ച ചാൾസ് അപ്പോൾ പറഞ്ഞു, ഇല്ല ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞു. അങ്ങനെ അവളെ പരീക്ഷിക്കാനായിട്ട് ചാൾസും അവളും കൂടി ഒരു ചെറിയ ദ്വന്ദ്വയുദ്ധമൊക്കെ നടത്തുന്നു. അപ്പോൾ അവൾ സംഭവമാണ്, പൊളിയാണ് എന്ന് അവർക്ക് മനസ്സിലായി. നമ്മുടെ ഡോഫിൻ ചാൾസിന് മനസ്സിലായി. അങ്ങനെ അവളെ ഈ ഒരു ആർമിയുടെ കമാൻഡറായിട്ട് നിയമിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഔട്ട്സൈഡ് ദ സിറ്റി അപ്പം ജോൺ ഓഫ് ആർക്ക് അവിടെ നന്നായിട്ട് പരിശ്രമിക്കുന്നുണ്ട്. ഫ്രാൻസിന് വേണ്ടിയിട്ട് പൊരുതുന്ന ഫ്രാൻസുകാരുടെ ഒരു ധീരദേവതയൊക്കെ ആയിട്ടാണ് ജോൺ ഓഫ് ആർക്കിനെ അവർ കണക്കാക്കുന്നത് കേട്ടോ. അങ്ങനെ ഔട്ട്സൈഡ് ദ സിറ്റി ദ ന്യൂലി അറൈവ്ഡ് ബെഡ്ഫോർഡ് ആർമി നെഗോഷിയേറ്റ്സ് ദ റിലീസ് ഓഫ് ടാൽബോട്ട്. അങ്ങനെ ഫ്രാൻസിലേക്ക് പോയി എന്ന് പറഞ്ഞില്ലേ ബെഡ്ഫോർഡ് അറ്റാക്ക് ചെയ്യാൻ. അങ്ങനെ ബെഡ്ഫോർഡ് ഇവരെ ഇങ്ങനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി നീങ്ങുകയാണ്. ഇനിയിപ്പോൾ ലോർഡ് ടാൽബോട്ടിനെ ഇവർ പിടിച്ചു വെച്ചു, ശരി, അതൊക്കെ ഇയാൾ മറന്നു. അതെന്തായാലും അങ്ങനെ പിടിച്ചു വെച്ച് കഴിഞ്ഞാൽ അതിന് റിവെഞ്ച് ചെയ്യാൻ പോകുന്നതിന് നേരത്തിന് ഫ്രാൻസിനെ കീഴടക്കാം എന്നുള്ള രീതിയിൽ ബെഡ്ഫോർഡ് ഇവരുടെ ആർമിയെ ലക്ഷ്യമാക്കിക്കൊണ്ട് ഇങ്ങനെ വരികയാണ്. ബട്ട് ഇമ്മീഡിയറ്റ്ലി ജോൺ ഓഫ് ആർക്ക് സ്റ്റാർട്ട്സ് ആൻ അറ്റാക്ക്. ആ സമയത്ത് ജോൺ ഓഫ് ആർക്ക് എന്ത് ചെയ്യുന്നു, മുന്നിലേക്ക് വരികയും അങ്ങനെ ഇവരെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഫ്രഞ്ച് ആർമി ഈസ് ജസ്റ്റ് ഗോയിങ് ടു വിൻ, ബട്ട് ബെഡ്ഫോർഡ് ആൻഡ് ടാൽബോട്ട് അറ്റാക്സ് ദ സിറ്റീസ് ഓഫ് ഫ്രാൻസ് ആൻഡ് ജസ്റ്റ് റീച്ച് ടു വിക്ടറി. ആ സമയത്ത് ഫ്രഞ്ച് ആർമി ഇപ്പം ജയിക്കും എന്ന് വിചാരിച്ച ഒരു സമയത്ത് ബെഡ്ഫോർഡ് എന്ത് ചെയ്യുന്നു, വളരെ തന്ത്രപരമായിട്ട് ടാൽബോട്ടിനെ രക്ഷിക്കുന്നു. ടാൽബോട്ടും ബെഡ്ഫോർഡും കൂടി ഫ്രാൻസിലെ പ്രധാനപ്പെട്ടിട്ടുള്ള പ്ലേസസും സിറ്റീസും ഒക്കെ അറ്റാക്ക് ചെയ്യുന്നു. അങ്ങനെ അവർ വിക്ടറിയിലേക്ക് അടുക്കുന്നു. ഓൾ ദ ഫ്രഞ്ച് ലീഡേഴ്സ് ഫ്ലീ ഫ്രം ദർ. ആ ഒരു സമയത്ത് ചെറിയ ചെറിയ യുദ്ധങ്ങളായിട്ട് ചിലപ്പോൾ ജയിക്കും, ഒരു ദിവസത്തെ ജയമായിരിക്കും, ഒരു ദിവസം പരാജയം, എങ്ങനെയാണ് പോകുന്നത്. ഓക്കെ, അങ്ങനെ ഓൾ ദ ഫ്രഞ്ച് ലീഡേഴ്സ് ഫ്ലീ ഫ്രം ദർ. ഇത് കണ്ടിട്ട് എല്ലാ ഫ്രഞ്ച് ലീഡേഴ്സും ആ സ്ഥലത്ത് നിന്ന് ഓടി രക്ഷപ്പെടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ ആ ഒരു അതിർത്തിയിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. അപ്പോൾ ബാക്ക് ഇൻ ലണ്ടൻ, ഇപ്പോൾ ലണ്ടനിൽ മറ്റൊരു കഥ കൂടി നടക്കുന്നുണ്ട്. ബാക്ക് ഇൻ ലണ്ടനിൽ ക്വാറൽ ഈസ് ഹാപ്പനിങ് ബിറ്റ്വീൻ റിച്ചാർഡ് പ്ലന്റാജനറ്റ് ആൻഡ് ഡ്യൂക്ക് ഓഫ് സോമർസെറ്റ്. അത് വളരെ രസകരമായിട്ടുള്ളൊരു കഥയാണ്, പക്ഷെ ഒരു ഹിസ്റ്റോറിക്കലി വളരെ എവിഡൻ്റ് ആയിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കഥയാണ് കേട്ടോ. അപ്പം അത് കൂടി ശ്രദ്ധിക്കണം. റിച്ചാർഡ് പ്ലന്റാജനറ്റും അതുപോലെ ഡ്യൂക്ക് ഓഫ് സോമർസെറ്റും ഉണ്ട്. അവർ രണ്ടുപേരും ഉണ്ട് കേട്ടോ. ഇവർ രണ്ടുപേരും തമ്മിൽ എപ്പോഴും വഴക്കാണ്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ റെഡ് ഓർ വൈറ്റ് റോസസിൽ ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുത്ത് ഇവരുടെ ഏതെങ്കിലും ഒരു സഖ്യത്തിൽ ചേരാൻ ആളുകൾക്ക് ചേരാൻ പറ്റും. എന്ന് വെച്ച് കഴിഞ്ഞാൽ റിച്ചാർഡ് പ്ലാന്റാജനറ്റും ഡ്യൂക്ക് സോമർസെറ്റും കൂടി അവരെന്ത് ചെയ്തു എന്നറിയോ, റെഡ് ആൻഡ് വൈറ്റ് റോസ് രണ്ടുപേരും തിരഞ്ഞെടുത്തു. എന്ന് വെച്ചാൽ പാർട്ടിയുടെ ചിഹ്നം പോലെ അവർ റെഡ് റോസ് ഒരു ടീമും വൈറ്റ് റോസ് മറ്റൊരു ടീമും തിരഞ്ഞെടുത്തു. എന്നിട്ട് റെഡ് റോസ് എന്ന് പറയുന്നത് ശരിക്കും സോമർസെറ്റിൻ്റെ ആണ് കേട്ടോ, വൈറ്റ് റോസ് റിച്ചാർഡിൻ്റെയാണ്. അപ്പം റെഡ് റോസ് നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സോമർസെറ്റിൻ്റെ കൂടെയാണ് എന്നാണ് അർത്ഥം. എന്നാൽ നമ്മൾ വൈറ്റ് റോസാണ് സെലക്ട് ചെയ്യുന്നെങ്കിലോ റിച്ചാർഡിൻ്റെ കൂടെയാണെന്നാണ് അർത്ഥം. അപ്പം അവിടെയുള്ള ആളുകളോടൊക്കെ പറയുന്നു, നിങ്ങൾ റെഡ് ഓർ വൈറ്റ് സെലക്ട് ചെയ്തിട്ട് ഞങ്ങളുടെ കയ്യിൽ ഏതെങ്കിലും ഒന്നിൽ ചേരണം, സഖ്യത്തിൽ ചേരണം എന്ന് പറയുന്നു. അങ്ങനെ അവർ കുറച്ച് ആൾക്കാരെ അവരുടെ ഭാഗത്തൊക്കെ ആക്കി മാറ്റുന്നു. ഇനി അവർ തമ്മിലുള്ള അടിയുടെ കാരണം എന്താണെന്ന് അറിയണ്ടേ? റിച്ചാർഡ് പ്ലാന്റാജനറ്റ് go to see his uncle എഡ്മണ്ട് മോർട്ടിമർ imprisoned in the Tower of London. അതായത് ലണ്ടനിലെ ടവർ ഓഫ് ലണ്ടനിൽ ഇങ്ങനെ ഇംപ്രിസൺ ചെയ്യപ്പെട്ടിട്ടുള്ള, അതായത് തുറുങ്കിലടയ്ക്കപ്പെട്ടിട്ടുള്ള എഡ്മണ്ട് മോർട്ടിമർ എന്ന തൻ്റെ അങ്കിളിനെ കാണാൻ വേണ്ടിയിട്ട് റിച്ചാർഡ് പ്ലാന്റാജനറ്റ് ചെല്ലുന്നു. അപ്പോഴാണ് പല കഥകളും എഡ്മണ്ട് മോർട്ടിമർ റിച്ചാർഡ് പ്ലാന്റാജനറ്റിനോട് പറഞ്ഞു കൊടുക്കുന്നത്. മോർട്ടിമർ പറയാണ്, അവരുടെ ഫാമിലിയാണ് ശരിക്കും രാജാവേണ്ടത്, അല്ലാതെ ഇപ്പോഴത്തെ ഹെൻറിയുടെ ഫാമിലി അല്ല. ഇവർ ഒരുപാട് കാര്യങ്ങൾ രാജ്യത്തിന് വേണ്ടി ചെയ്തിട്ടുണ്ട്. ഹിസ്റ്റോറിക്കലി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കുടുംബത്തിനാണ് രാജാവാനുള്ള ഇതുള്ളത്, അവസരവും എന്ന് വെച്ചാൽ നമ്മുടെ അവകാശമാണ് ഈ ഒരു രാജ്യത്തിൻ്റെ കിരീടം എന്ന് പറയുന്നത് എന്നെല്ലാം മോർട്ടിമർ റിച്ചാർഡിനോട് പറഞ്ഞു കൊടുത്തു. റിച്ചാർഡ് സെക്കൻഡിൻ്റെ കയ്യിൽ നിന്നും രാജ്യം പിടിച്ചടക്കാൻ വേണ്ടിയിട്ട് പണ്ട് ഹെൻറി ബോളിംഗ്ബ്രോക്ക് എന്ന് പറയുന്ന ഒരാൾ ശ്രമിച്ചു.
ഓക്കെ. റിച്ചാർഡ് സെക്കൻഡിൻ്റെ കയ്യിൽ നിന്നിട്ട് രാജ്യം പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഹെൻറി ബോളിംഗ്ബോർക്ക് പണ്ട് ശ്രമിച്ചപ്പോൾ ഇവർ പോയിട്ട് അതിനെ സഹായിച്ചിട്ടുണ്ടായിരുന്നു. ആര്? ഈ മോർട്ടിമറെ ബാക്കി ആൾക്കാരും ടീമൊക്കെ, റിച്ചാർഡ് പ്ലാന്റാജനറ്റിൻ്റെ ടീംസ് മുഴുവനും ഇവരെ സഹായിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് വർക്ക് മുഴുവനും ഒക്കെ മനസ്സിലാക്കിയ ഹെൻറി ഫിഫ്ത്ത്, അതായത് നമ്മുടെ ഇപ്പോഴത്തെ യുവരാജാവിൻ്റെ അച്ഛൻ മരിച്ചുപോയെന്ന് പറഞ്ഞില്ലേ, ഈ ഹെൻറി ഫിഫ്ത്ത് എന്ത് ചെയ്തു? റിച്ചാർഡിൻ്റെ ഫാദറിനെ ഒക്കെ അങ്ങ് കൊന്നു, എക്സിക്യൂട്ട് ചെയ്തു, എല്ലാവരും എക്സിക്യൂട്ട് ചെയ്തു. അങ്ങനെ ഇവരുടെ കുടുംബവകയായിട്ടുണ്ടായിരുന്ന എല്ലാ സ്വത്തും പിടിച്ചടക്കുകയും ചെയ്തു. പിന്നീട് രാജാവാവുകയാണ് ചെയ്തത്. കാരണം ഹെൻറി ബോളിംഗ്ബോർഗ് വേറൊരാളാട്ടോ, അയാളാണ് രാജ്യം പിടിച്ചടക്കാൻ വേണ്ടി ശ്രമിച്ച സമയത്ത് ഇവർ പോയിട്ട് അതിനെ സഹായിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇതൊക്കെ അറിഞ്ഞിട്ട് ഹെൻറി ഫിഫ്ത്ത് ഇവരെ എല്ലാം ബാനിഷ് ചെയ്തതാണ് അവരുടെ രാജ്യത്തിൽ നിന്നും. അങ്ങനെ മോർട്ടിമർ ഓൾസോ സെഡ് ദാറ്റ് റിച്ചാർഡ് ഹിംസെൽഫ് ഈസ് ദ റൈറ്റ്ഫുൾ ഹെയർ ഓഫ് ദ കൺട്രി, നോട്ട് ഹെൻറി. അപ്പോൾ മോർട്ടിമർ പറയാണ്, മകനെ അങ്ങനെ നോക്കുകയായിരുന്നെങ്കിലേ ഇപ്പം നീയായിരുന്നു ഈ രാജ്യത്തിൻ്റെ രാജാവേണ്ടത്, അല്ലാണ്ട് ആ ഹെൻറി അല്ല എന്ന് പറഞ്ഞു. ഇതെല്ലാം കേട്ട് പിരി കയറിയിട്ട് നമ്മുടെ റിച്ചാർഡ് എന്ത് ചെയ്തു? ആകെപ്പാടെ കൺഫ്യൂഷനിലായി. രാജ്യത്തിൻ്റെ അവകാശമാണല്ലോ അപ്പോൾ ആ ഹെൻറിക്ക് കൊടുത്തത് എന്നെല്ലാം ഇങ്ങനെ വിചാരിച്ചു. Amazed at this revelation, Richard determines to attain his birthright. അപ്പം ഇങ്ങനെയൊക്കെ കഥകളുണ്ട്, ഞാൻ അറിഞ്ഞില്ലല്ലോ. ഇങ്ങനെയാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ഹെൻറിയുടെ അടുത്തേക്ക് പോവും എന്ന് പറയുന്നു. എന്നിട്ട് തൻ്റെ കുടുംബത്തിൻ്റെ അന്തസ്സ് തിരിച്ചു പിടിക്കുമെന്ന് പ്രതിജ്ഞ എടുത്തിട്ട് അദ്ദേഹം ആഫ്റ്റർ മോർട്ടിമർ ഡൈസ് റിച്ചാർഡ് പ്രസൻറ്റ് ഹിസ് പെറ്റീഷൻ ടു റീസെൻ്റ്ലി ക്രൗൺഡ് ഹെൻറി. അങ്ങനെ അവിടെ മോർട്ടിമർ മരിക്കുകയാണ്. ഈ ഒരു സത്യമൊക്കെ പറഞ്ഞു കൊടുത്തതിന് ശേഷം മോർട്ടിമർ മരിക്കുന്നു. ഉടനെ തന്നെ നമ്മുടെ റിച്ചാർഡ് പോയിട്ട് ന്യൂ കിങ് ആയിട്ട് അവരോധിക്കപ്പെട്ട ഹെൻറിക്ക് ഒരു പെറ്റീഷൻ കൊടുക്കുന്നു. കാരണം കുടുംബപരമായിട്ട് അവകാശം ഞങ്ങൾക്ക് തന്നെയാണ്, അതുകൊണ്ട് ഞങ്ങളാണ് ഇവിടുത്തെ രാജാവേണ്ടത് എന്ന് പറയുന്നു. അപ്പോൾ ഇത് കേട്ടപ്പോൾ ഹെൻറി അങ്ങനെ ഒരു എതിർപ്പും പറഞ്ഞില്ല. ഹെൻറി പറഞ്ഞു, അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ എനിക്കിതറിയില്ല, എൻ്റെ അച്ഛനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അല്ലേ, എനിക്കറിയില്ല. അപ്പോൾ നിങ്ങളാണ് ഇതിൻ്റെ അവകാശികളെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം, ഈ രാജ്യത്തിനെ കുറച്ച് അവകാശം നിങ്ങൾക്ക് തരാം, നമുക്ക് സന്തോഷമായിട്ടിരിക്കാം എന്ന് പറഞ്ഞ ഹെൻറി എല്ലാം തിരികെ കൊടുക്കുകയാണ് ചെയ്യുന്നത്, ഒരു എതിർപ്പും പറയാതെ. അങ്ങനെ മേക്കിംഗ് റിച്ചാർഡ് III ഡ്യൂക്ക് ഓഫ് യോർക്ക്. എന്നിട്ട് യോർക്കിലെ രാജാവായിട്ട് ഡ്യൂക്കായിട്ട് റിച്ചാർഡിനെ എന്ത് ചെയ്യുന്നു? വാഴിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ. അങ്ങനെ ഹെൻറി ദെൻ ലീവ്സ് ഫോർ ഫ്രാൻസ്. അതുപോലെ ഗ്ലോസസ്റ്റർ, എക്സിറ്റർ, വിഞ്ചസ്റ്റർ ആൻഡ് റിച്ചാർഡ് ആൻഡ് സോമർസെറ്റ് അക്കമ്പനി ഹിം. അപ്പം ഈ ഒരു സമയത്ത് ഇവർ രണ്ടുപേരും തമ്മിൽ വലിയ കച്ചറയും വഴക്കൊന്നും ഇല്ലല്ലോ, ഹെൻറി. ഓക്കെ. അപ്പം ഇവരെല്ലാവരും എന്ത് ചെയ്യുന്നു? ഹെൻറിയും എല്ലാവരും കൂടി ഫ്രാൻസിലേക്ക് പോവാണ്. ഓക്കെ. അപ്പം ഫ്രാൻസുമായിട്ട് യുദ്ധമൊക്കെ നടന്നു കഴിഞ്ഞു, ഫ്രാൻസ് ഏകദേശം കീഴടക്കി അല്ലേ, ഫ്രാൻസിലെ ലീഡേഴ്സ് എല്ലാവരും പോയി. അപ്പോൾ ഫ്രാൻസ് ഇംഗ്ലണ്ടിന് സ്വന്തമായിട്ട് നിൽക്കുന്ന ഒരവസ്ഥയാണ്, അതുകൊണ്ട് അവരെല്ലാവരും ഫ്രാൻസിലേക്ക് പോവാണ്. ഓക്കെ. അങ്ങനെ ഫ്രാൻസിലാകട്ടെ ദ ഫ്രഞ്ച് റീടേക്ക് ആൻഡ് ദെൻ ഫ്രാൻസ് ലൂസ് ദ സിറ്റി ഓഫ് റൂവൻ. അപ്പോൾ ഫ്രാൻസിലുണ്ടായിരുന്ന നമ്മുടെ ഡോഫിൻ ചാൾസിൻ്റെ കഥയൊക്കെ വളരെ അധോഗതിയാണ്. കാരണം മൂപ്പര് എല്ലാം പോയി ഇങ്ങനെ കൊണ്ടിരിക്കുക, അവരുടെ സിറ്റി എല്ലാം നഷ്ടപ്പെട്ട് ഇംഗ്ലണ്ടുകാരെല്ലാം കീഴടക്കണം. അപ്പോൾ റൂയൻ എന്ന് പറയുന്ന അവരുടെ ഒരു ബെസ്റ്റ് ആയിട്ടുള്ളൊരു സിറ്റി ഉണ്ടായിരുന്നു, അവരുടെ ഏറ്റവും നല്ലൊരു സിറ്റി, അതങ്ങ് നഷ്ടപ്പെട്ടു. അത് നഷ്ടപ്പെട്ട് കഴിഞ്ഞു. അതുപോലെ ബെഡ്ഫോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹെൻറി ഫിഫ്ത്തിൻ്റെ ബ്രദറായിരുന്നു അല്ലേ, യുദ്ധത്തിന് വേണ്ടി പോയ ബെഡ്ഫോർഡ്, ഓർമ്മയില്ലേ? അപ്പോൾ ബെഡ്ഫോർഡ് ഈ ഒരു സമയത്ത് മരിച്ചു കേട്ടോ. ആ ഒരു സമയത്ത് മരിക്കുമ്പം പിന്നീട് ടാൽബോട്ടാണ് എന്ന് വെച്ചാൽ ബെഡ്ഫോർഡ് പോയിട്ട് രക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ലേ ടാൽബോട്ടിനെ. അപ്പോൾ ടാൽബോട്ട് പിന്നീട് ആർമിയെ നയിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ. അപ്പം റൂയിൻ നഗരം നഷ്ടപ്പെട്ടു എന്നുള്ളത് പറഞ്ഞുകൊണ്ട് ഡോഫിൻ ആകെ ഭയപ്പെട്ടിരിക്കുക. ഇനിയിപ്പോൾ എന്ത് ചെയ്യുക, നമ്മുടെ പ്രധാനപ്പെട്ട സിറ്റിയെല്ലാം പോയി, എല്ലാ ഫ്രഞ്ച് ലീഡേഴ്സും അതാ ഓട്ട, ഇനി നമുക്കൊരു സ്ഥലമില്ലല്ലോ, എന്ത് ചെയ്യും എന്നൊക്കെ ആലോചിച്ച് ഇങ്ങനെ ഡോഫിൻ ആകെ സങ്കടപ്പെട്ടിരിക്കുകയാണ്. പക്ഷേ ആ സമയത്ത് ജോയൻ വരികയാണ്. ജോ വന്നിട്ട് പറയാണ്, നിങ്ങൾ എന്തിനും സങ്കടപ്പെടണം, ഒന്നും സങ്കടപ്പെടേണ്ട ആവശ്യമില്ല, നമുക്ക് തീർച്ചയായിട്ടും എനിക്കറിയാം, ഐ നോ ഹൗ ടു ബാറ്റിൽ, എനിക്കറിയാം എങ്ങനെ യുദ്ധം ചെയ്യണം, തുടരണമെന്ന്, ഡോണ്ട് വെറി എന്ന് പറയുന്നു. അങ്ങനെ ഷീ സെഡ്യൂസസ് ദ പവർഫുൾ ഡ്യൂക്ക് ഓഫ് ബർഗണ്ടി ആൻഡ് ഹി വാസ് ഫൈറ്റിംഗ് ഫോർ ഇംഗ്ലണ്ട് ആൻഡ് ഹി സ്വിച്ച് ഹിസ് സൈഡ്സ്, ജോയിൻസ് ടു ഫ്രഞ്ച്. ആ സമയത്ത് നമ്മളുടെ ജോയിൻ ഓഫ് ആർക്ക് പോയി കണ്ട് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ലേഡിയാണല്ലോ, അവൾ പോയിട്ട് ഡ്യൂക്ക് ഓഫ് ബർഗണ്ടിയുടെ, അതായത് ബർഗണ്ടിയിലെ ഡ്യൂക്ക് ഉണ്ടായിരുന്നു, അപ്പോൾ അദ്ദേഹത്തെ സെഡ്യൂസ് ചെയ്തു, വശീകരിച്ചു കൊണ്ടുവന്നു. എന്നിട്ട് മൂപ്പര് ഇംഗ്ലണ്ടിന് വേണ്ടിയായിരുന്നു ഇത്രയും നാളും എന്ത് ചെയ്തത്, യുദ്ധം ചെയ്തുകൊണ്ടിരുന്നത്. ഇനി നിങ്ങൾ ഫ്രാൻസിൻ്റെ ഭാഗത്തേക്ക് വരി, ഞാനല്ലേ വിളിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് മൂപ്പര് എന്ത് ചെയ്തു, ഇവിടേക്ക് ഇപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുവന്നു. അങ്ങനെ ഫ്രാൻസുമായിട്ട് അവർ സഖ്യത്തിലേർപ്പെട്ടു.
അങ്ങനെ ഹെൻറി മനസ്സിലാക്കി, ബർഗണ്ടി ഞങ്ങളെ ചതിച്ചു എന്ന് മനസ്സിലാക്കി ഹെൻറി ബർഗണ്ടിയെ കാണാൻ വേണ്ടിയിട്ട് പോവാണ്. ഹി സെൻസ് ടാൽബോട്ട് ടു സ്പീക്ക് വിത്ത് ഹിം. ടാൽബോട്ടിനെ അയക്കുകയാണ് ഇയാളുമായിട്ട്, ബർഗണ്ടിയായിട്ട് സംസാരിക്കാൻ. ഈ ചെയ്തത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ്, വേണമെങ്കിൽ മര്യാദയ്ക്ക് ഇംഗ്ലണ്ടിലേക്ക് വന്നു, അല്ലെങ്കിൽ വളരെ കടുത്ത ശിക്ഷ നിങ്ങൾ നേരിടേണ്ടി വരും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്താൻ വേണ്ടി ടാൽബോട്ടിനെ അയച്ചു. ഭീഷണിപ്പെടുത്തുന്നതിന് പകരം അദ്ദേഹം അവിടെ ചെന്നിട്ട് റിക്വസ്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. വെച്ചാൽ ഹെൻറി ഒരു പാവമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ കഥയിലൂടെ മുഴുവൻ വായിച്ചാൽ അത്ര വലിയൊരു ദുഷ്ടനായിട്ടുള്ളൊരു രാജാവല്ല. അപ്പം ഹെൻറി എന്ത് ചെയ്തു, റിക്വസ്റ്റ് ടു സ്റ്റോപ്പ് ദ ക്വാറൽ ബിറ്റ്വീൻ റിച്ചാർഡ് ആൻഡ് സോമർസെറ്റ്. അങ്ങനെ ഈ ഒരു സമയത്ത് ഉണ്ടായിട്ടുള്ള ഒരു പ്രശ്നം എന്ന് വെച്ചാൽ എപ്പോഴും ഈ ഒരു റിച്ചാർഡും സോമർസെറ്റും തമ്മിൽ ഭയങ്കര അടിയാണ്. അവരെങ്ങനെയായാലും ഒത്തുതീർപ്പാവില്ല. ഹെൻറി ഇതിന് വേണ്ടിയിട്ട് പലതും ചെയ്തു. റിച്ചാർഡ് വന്നപ്പോൾ ചോദിച്ചപ്പോൾ രാജ്യം വരെ കൊടുത്തു. എന്നിട്ടും ഇവർ തമ്മിലുള്ള അടി തീരെ എന്ത് ചെയ്യുന്നില്ല, ശരിയാവുന്നില്ല. അപ്പം ഇവരോട് പ്ലീഡ് ചെയ്തു, ദയവ് ചെയ്ത് നിങ്ങളുടെ തമ്മിലുള്ള ഈ ഒരു അടി നിർത്ത് എന്നെല്ലാം പറഞ്ഞു. അങ്ങനെ ഹി വാസ് അൺഅവെയർ ഓഫ് ദ ഫാക്ട് ദാറ്റ് ദ റെഡ് റോസ് ഈസ് എ സിംബൽ. അപ്പം ഇദ്ദേഹത്തിന് അറിയില്ലായിരുന്നു ഇവർ രണ്ടുപേരും തമ്മിൽ ഇപ്പോഴും ആ ഒരു വൈറ്റ് റോസ് റെഡ് റോസിൻ്റെ ഒരു ഇതുണ്ട് എന്നുള്ളത്. റെഡ് റോസ് എടുത്തു കഴിഞ്ഞാൽ അത് സോമർസെറ്റും, വൈറ്റ് റോസ് എടുത്തു കഴിഞ്ഞാൽ റിച്ചാർഡും ആണെന്ന് ആർക്കറിയില്ല. പാവം ഹെൻറി രാജാവിന് അറിയില്ല. അങ്ങനെ ഹെൻറി അറിയാതെ ഒരു റെഡ് റോസ് കയ്യിലെടുക്കുന്നു. അപ്പോൾ സോമർസെറ്റ് വിചാരിക്കുന്നു, വാവ്, എൻ്റെ കൂടെയാണ് രാജാവ് ഏലിനേറ്റിംഗ് റിച്ചാർഡിനെ അത് ദൂരെ കളയാനാണ് രാജാവ് പറയുന്നതെന്ന് വിചാരിച്ചു. പക്ഷെ ഹെൻറിക്ക് അറിയില്ല, ആരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുമില്ല. ഓക്കെ, അപ്പോൾ റിച്ചാർഡിനെ ഓൾറെഡി എന്ത് ചെയ്തു, ദേഷ്യം വന്നു അല്ലേ, രാജാവ് എന്നോട് എതിർക്കുകയാണല്ലോ, എനിക്ക് ഇതൊക്കെ തന്നിട്ട് രാജാവ് വലിയ ആളായി, എന്നിട്ട് ഇപ്പോൾ ഇതാണ്ട് ഇങ്ങനെ കാണിക്കുന്നു എന്നൊക്കെ മനസ്സിലാക്കി റിച്ചാർഡിന്. ആൻഡ് ഹി പ്ലേസസ് റിച്ചാർഡ് ഇൻ കമാൻഡ് ഓഫ് ദ ഇൻഫാൻട്രി. അങ്ങനെ റിച്ചാർഡിന് കാലാൾപ്പടയും സോമർസെറ്റിന് കാവൽറി, അതായത് കുതിരപ്പടയും കൊടുത്തു. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് രണ്ടുപേർക്കും അതിൻ്റെ കമാൻഡേഴ്സാക്കി മാറ്റി. അപ്പോൾ റിച്ചാർഡിന് കാലാൾപ്പടയും കൊടുത്തു, കുതിരപ്പട കാവൽറിക്കും സോമർസെറ്റിനും കൊടുത്തു. അപ്പോൾ തന്നെ അവർക്ക് ഇങ്ങനെ ദേഷ്യം വരാനൊക്കെ തുടങ്ങും അല്ലേ. നമ്മൾ ആ ഒരു ബാഹുബലി സിനിമയിലെ മാതിരി ഒരു കമാൻഡറായിട്ട്, ഇൻഫാൻട്രിയുടെ കമാൻഡറായിട്ട് റിച്ചാർഡിനെയും കാവൽറിയുടെ കമാൻഡറായിട്ട് സോമർസെറ്റിനെയൊക്കെ ഏൽപ്പിച്ച് അങ്ങനെ ആക്കി. ഓക്കെ, അപ്പോഴും ഇവരുടെ ഇടയിൽ ഇങ്ങനെ ഭയങ്കര ദേഷ്യമൊക്കെ വരുന്നുണ്ട്. അങ്ങനെ ബോർഡസ്ക്യൂ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് പട്ടണത്തിലെത്തിയ ടാൽബോട്ടിനെ ഫ്രഞ്ച് സൈന്യം മുഴുവനും വളയുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ടാൽബോട്ടാണ് സേനയെ നയിക്കുന്നത്. അപ്പോൾ ടാൽബോട്ടിനെ ഫ്രഞ്ച് സൈന്യം വളഞ്ഞു. ടാൽബോട്ട് സെൻസ് മെസ്സേജ് ടു ബോത്ത് റിച്ചാർഡ് ആൻഡ് സോമർസെറ്റ്. ടാൽബോട്ട് ഉടനെ തന്നെ എന്നെ സൈന്യം വളഞ്ഞിട്ടുണ്ട്, വന്ന് രക്ഷിക്കൂ എന്നുള്ള വിവരം മെസ്സേഞ്ചറിൻ്റെ വഴി എങ്ങോട്ട് അയച്ചു, റിച്ചാർഡിനും സോമർസെറ്റിനും അയച്ചു. അപ്പോൾ റിച്ചാർഡ് പറഞ്ഞു സോമർസെറ്റ് പോട്ടെ, സോമർസെറ്റ് പറഞ്ഞു റിച്ചാർഡ് പോട്ടെ. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലടിയായിട്ട് എന്ത് ചെയ്തില്ല, തിരിച്ചൊരു മെസ്സേജ് ആർക്കും അയച്ചില്ല. നമ്മുടെ ടാൽബോട്ടിന് അയച്ചില്ല, ഒരു സൈന്യത്തെയും അയച്ചില്ല, അവരെ അറ്റാക്ക് ചെയ്യാനും നോക്കിയില്ല, ഒന്നും ചെയ്തില്ല. അങ്ങനെ എന്ത് സംഭവിച്ചു, ദ ഇംഗ്ലീഷ് ആർമി ഡിസ്ട്രോയിഡ് ആൻഡ് ബോത്ത് ടാൽബോട്ട് ആൻഡ് ഹിസ് സൺ ആർ കിൽഡ്. ഈ ഒരു സമയത്ത് ടാൽബോട്ടും മരിച്ചു, അതുപോലെ അദ്ദേഹത്തിൻ്റെ മകനും എന്ത് ചെയ്തു, ആ യുദ്ധഭൂമിയിൽ വെച്ചിട്ട് മരിച്ചു. അങ്ങനെ ഇംഗ്ലീഷ് ആർമീനെ ഫ്രാൻസിൻ്റെ ആർമി കീഴടക്കുകയാണ് ആ ഒരു സമയത്ത്. ഓക്കെ, യുദ്ധം അങ്ങനെ അവസാനിക്കുന്നൊന്നുമില്ല കേട്ടോ, കീഴടക്കിയെങ്കിലും അടുത്ത ഭാഗത്തുനിന്ന് അടുത്ത ആൾക്കാർ പോവും, അങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ആഫ്റ്റർ ദ ബാറ്റിൽ ജോൺ കോട്ട് ബൈ റിച്ചാർഡ് ആൻഡ് ബേൺ അറ്റ് ദ സ്റ്റേക്ക്. അങ്ങനെ പിന്നീട് നമ്മുടെ ജോണിനെ എന്ത് ചെയ്യാണ്, ഐ വിൽ ഷോ യു ദ പിക്ചർ, അത് കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. എന്നുവെച്ചാൽ നമ്മുടെ ജോൻ ഓഫ് ആർക്കിനെ കിട്ടി നമ്മുടെ ഈ ടീമിന്. ഓക്കെ, ഇതാണ് ജോൻ ഓഫ് ആർക്ക് കേട്ടോ, അവരുടെ കരുതുന്ന ഒരു രേഖാചിത്രമാണിത്. അപ്പം ജോൻ ഓഫ് ആർക്കിനെ പിടിച്ചു കെട്ടി കൊണ്ടുവന്നിട്ട് അവർ ഒരു വടിയിൽ ഇങ്ങനെ എന്ത് ചെയ്തു, കുത്തി നിർത്തി അതിനകത്ത് കെട്ടിയിട്ടിട്ട് കത്തിക്കുകയാണ് ചെയ്തത്. ഓക്കെ, പിന്നീട് എല്ലാവരും ജോൻ ഓഫ് ആർക്കിനെ വലിയൊരു ദേവതയായിട്ടും ധീരതയുടെ ദേവതയായിട്ടൊക്കെ കണക്കാക്കി പോരുന്നുണ്ട്. ഓക്കെ, അങ്ങനെ റിച്ചാർഡ് എന്ത് ചെയ്തു, ജോൻ ഓഫ് ആർക്കിനെ പിടിച്ചു കെട്ടി കൊന്നു എന്നാണ് പറയുന്നത്. ദെൻ പോപ്പ് യൂജീനസ് IV ആൻഡ് ഹോളി റോമൻ എംപറർ സിജിസ്മണ്ട് അവർ രണ്ടുപേരും നിർബന്ധ പ്രകാരം ഹെൻറി സമാധാനത്തിനായിട്ട് അപേക്ഷിക്കുകയാണ്, ഫ്രാൻസിലെ സൈന്യത്തിനോട് സമാധാനത്തിനായിട്ട് അപേക്ഷിക്കുകയാണ്. കാരണം ഇനി ഒരു യുദ്ധവും വഴക്കും വേണ്ട. ഹെൻറി എപ്പോഴും ഒരു പാവമായിട്ടാണ് കേട്ടോ കഥയിൽ മുഴുവനും, നല്ലൊരു രാജാവായിട്ടാണ്. കാരണം എനിക്ക് തോന്നുന്നത് ഇത് ഷേക്സ്പിയറുടെ ആദ്യത്തെ പ്ലേ ആണ്, അതുപോലെ തന്നെ ഹെൻറി രാജാവ് ഭരിക്കുന്ന സമയത്ത് തന്നെയാണിത് എഴുതിയത്. അപ്പോൾ രാജാവിനെ പ്ലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് എഴുതിയതായിരിക്കാം. അപ്പം ഹെൻറിനെ നല്ല രീതിയിലാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, പറയുന്നത്. ഓക്കെ,
അങ്ങനെ ഹെൻറി റോമൻ എംപററായിട്ടുള്ള ഹോളി റോമൻ എംപററായിട്ടുള്ള സിജിസ്മണ്ടൊക്കെ പറയുന്നു, എന്തിനാ വെറുതെ വഴക്ക്, നമുക്ക് സമാധാനത്തിൽ നിന്നൂടെ എന്ന് പറയുന്നു. അങ്ങനെ ഫ്രാൻസുകാർ വരുന്നു. അങ്ങനെ ഇംഗ്ലീഷുകാരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ ഫ്രാൻസുകാർ ഇങ്ങനെ കേൾക്കുന്നു. പക്ഷേ അവർക്ക് ചാൾസിനെ ഹെൻറിയുടെ ഒരു വൈസ്രോയി ആയിട്ട് നിയമിക്കണം, അങ്ങനെയാണെങ്കിൽ അവർ യുദ്ധത്തിൽ നിന്ന് പിന്മാറാം എന്നൊക്കെ പറയുന്നു. അപ്പം ഹെൻറി പറഞ്ഞു, ശരി, ഓക്കെ, കുഴപ്പമില്ല, ആയിക്കോളൂ, വൈസ്രോയി ആണെങ്കിൽ വൈസ്രോയി, എന്നാലും നിങ്ങൾ വഴക്കുണ്ടാക്കാതിരുന്നാൽ മതി. ഇതിനിടയിൽ ഏൾ ഓഫ് സഫോക്സ് വേറൊരാളുണ്ട് കേട്ടോ, ഏൾ ഓഫ് സഫോക്ക്, ഓക്കെ, SUFFOLK. അപ്പോൾ ഏൾ ഓഫ് സഫോക്ക് ഒരു യങ് ഫ്രഞ്ച് പ്രിൻസസിനെ പിടിച്ചിട്ടുണ്ട്. ഒരു നല്ലൊരു ഭംഗിയുള്ള ഒരു ഫ്രഞ്ച് ലേഡീനെ, ഒരു പ്രിൻസസ് ആണ്, അവരെ പിടിച്ചോണ്ട് വന്നു. എന്നിട്ട് ഈ ഏൾ ഓഫ് സഫോക്ക് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെൻറിയോട് പറയുന്നു, എന്താ ഭംഗി എന്നറിയോ ആ ഫ്രഞ്ച് പ്രിൻസസിന്, അങ്ങക്ക് ആ പെൺകുട്ടിയെ കല്യാണം കഴിച്ചുകൂടെ, എന്ത് നല്ലതാണ്, രാജകുമാരിയാണ് എന്നൊക്കെ പറഞ്ഞ് കുറേ ഹെൻറിയെ അങ്ങനെ കുറേ പൊക്കി പൊക്കി പറഞ്ഞു കൊടുക്കുന്നു. ഓക്കെ, അവളുടെ പേരെന്ന് പറയുന്നത് മാർഗരറ്റ് ഓഫ് അഞ്ചോ എന്നാണ് അവരുടെ പേര് കേട്ടോ. മാർഗരറ്റ് ഓഫ് അഞ്ചോ, അഞ്ചോ എന്ന് പറയുന്നത് സ്ഥലമാണ്, ANJOU. ഓക്കെ, അങ്ങനെ മാർഗരറ്റിനെ കല്യാണം കഴിക്കൂ എന്ന് സഫോക്ക് പറയുന്നു. അപ്പം ഹിസ് ഇൻറ്റൻഷൻ ഈസ് ദാറ്റ് ത്രൂ ദിസ് ലേഡി ഹി വിൽ ഹാവ് എ ഹാൻഡ് ഇൻ ഹെൻറി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലേഡിയെ കല്യാണം കഴിക്കുകയാണ് ഹെൻറി എങ്കിൽ നമ്മളുടെ ഏൾ ഓഫ് സഫോക്കിന് എന്ത് കിട്ടും? രാജാവിനെ ഇങ്ങനെ ഒന്ന് കൺട്രോൾ ചെയ്യാനൊക്കെ സാധിക്കുമല്ലോ. ഇവളോട് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവൾ എന്ത് ചെയ്തോളും, രാജാവിനെ കൺട്രോൾ ചെയ്തോളും എന്നുള്ളൊരു വിശ്വാസം, അല്ലൊരു വിചാരമാണ് ആർക്കുള്ളത്? ഏൾ ഓഫ് സഫോക്കിനുള്ളത്. അപ്പം ഗ്ലൗസെസ്റ്റർക്ക് ഈ ഒരു കാര്യം മനസ്സിലായി, ഇങ്ങനെ ഒരു ഫ്രഞ്ചിൽ കിടക്കുന്ന, ഇപ്പം നമ്മൾ ഫ്രഞ്ച് കീഴടക്കിയിട്ടുണ്ട്, അപ്പം കുറേ ഭാഗം ഫ്രഞ്ച് ഇംഗ്ലണ്ടിൻ്റെ ആയിട്ടുണ്ട്, അങ്ങനെയൊക്കെയുള്ളൊരു അവസ്ഥയിൽ പോയിട്ട് അവിടുന്ന് ഒരു പെണ്ണിനെ എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നൊക്കെ ഗ്ലൗസെസ്റ്റർക്ക് മനസ്സിലായി. ഗ്ലൗസെസ്റ്റർ പറഞ്ഞു, വേണ്ട മോനെ, ഈ ഒരു കാര്യത്തിന് ഹെൻറി നീ കല്യാണം കഴിച്ചിട്ട് ഇതുകൊണ്ട് നിനക്കൊരു രാജാവെന്ന നിലയിൽ വലിയ കാര്യമൊന്നും കിട്ടാൻ പോകുന്നില്ല, വെറുതെ എന്തിനാ എന്നൊക്കെ പറയുന്നുണ്ട് ഗ്ലൗസെസ്റ്റർ. പക്ഷേ നമ്മളുടെ ഹെൻറി ആവട്ടെ ഫുൾ ഓഫ് ആകെ മാഡായിട്ടുണ്ട്, മാഡ് വിത്ത് ലവ്, കാരണം അത്രയും ഭംഗിയുള്ളൊരു ലേഡിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഏൾ ഓഫ് സഫോക്കിൻ്റെ ആ ഡിസ്ക്രിപ്ഷനിൽ അങ്ങ് വീണ് പോയിട്ടുണ്ട് ആര്, നമ്മുടെ ഹെൻറി. അങ്ങനെ മേക്സ് ഹിം മാഡ് ആൻഡ് ഹി എഗ്രീസ്, വേണ്ട എനിക്ക് ഈ പെണ്ണിനെ തന്നെ കല്യാണം കഴിക്കണം എന്നൊക്കെ പറഞ്ഞ അവസാനം മാർഗരറ്റിനെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുകയാണ്. അങ്ങനെ സഫോക്ക് അവളെ കൂട്ടിക്കൊണ്ടുവരാൻ തിരികെ ഫ്രാൻസിലേക്ക് പോവാണ്. ആ ഒരു സമയത്ത് ഗ്ലൗസെസ്റ്റർ ആകെ ആലോചിക്കുക, ഇനി എന്തായിരിക്കും ഫ്യൂച്ചറിൽ സംഭവിക്കുക, അവളിവിടെ വന്നിട്ട് എല്ലാം കൊളാക്കുമോ എന്നൊക്കെയുള്ളൊരു ഡൗട്ടിൽ ഇങ്ങനെ നിൽക്കുന്ന ഗ്ലൗസെസ്റ്റർ. ഇവിടെ കഥയുടെ അന്ത്യമാണ്, ഇവിടെ കഥ അവസാനിക്കുകയാണ്. ഇനി ഹെൻറി 6 പാർട്ട് 2 വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കഥ കാണാം. ഇതിലാണ് ഫസ്റ്റ് ദി എൻഡ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായി സബ്സ്ക്രൈബും ചെയ്യാം. താങ്ക് യു.